ഗൈസ്, അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിത് കണ്ട ഈ ഉണ്ണിക്കണ്ണൊക്കെ ഇങ്ങനെ തൊള്ള തുറക്കുന്നത് വേറെ ഒന്നിനല്ല മക്കളെ. അവനെ കൊണ്ടുവന്ന് ഞാനൊരു ട്യൂഷൻ വീട്ടിലാക്കി. അതിൻ്റെ കരച്ചിലാണ് നിങ്ങളീ കാണുന്നത്. ആദ്യം ട്യൂഷന് കൊണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ആ ചേച്ചിയുടെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഇവനെ കൊണ്ട് പോയായിരുന്നു. അപ്പം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഭാഗ്യം അമ്മച്ചി, ആ ചേച്ചി എന്നെ മേടിച്ചില്ല, ഇനി തിരിച്ച് തന്ന് വിട്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, മോൻ വിഷമിക്കേണ്ട, 4:30 ആകുമ്പോഴത്തേക്ക് കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോഴത്തേക്ക് ചേച്ചി അങ്ങ് മേടിച്ചോളുന്നു. അങ്ങനെ ഞാൻ അവനെ കൊണ്ട് 4:30 ട്യൂഷൻ വീട്ടിൽ കൊണ്ടുപോയി. ബഹളങ്ങളാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 6 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് ഞാൻ അവനെ വിളിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, അയ്യോ എന്തായി കാണുമെന്ന് അറിയാൻ വയ്യാതെ ഭയങ്കര സങ്കടത്തിൽ ഞാൻ ചെല്ലുമ്പം ചിരിച്ചുകൊണ്ട് എൻ്റെ മോൻ ഇറങ്ങി വന്ന് അമ്മാന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് ഓടി വന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയ സന്തോഷമൊക്കെ ആയി കേട്ടോ. അപ്പം ഞാൻ പിന്നെ എന്തൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ച് അതെല്ലാം അവൻ പറഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ചേട്ടന്മാരോടൊക്കെ കളിച്ചെന്ന് പറഞ്ഞ് പിന്നെ ചേട്ടന്മാരെയൊക്കെ അടിക്കാൻ വേണ്ടി നാളെ ഒരു വലിയ കമ്പ് കൊണ്ടുവരണമെന്ന് പറയുന്നു. അവനാണെന്ന് പോകണം അവിടുത്തെ പിള്ളേരെയൊക്കെ പഠിപ്പിച്ചത് കേട്ടോ. അങ്ങനെ റോഡിൽ കൂടെ നടന്ന കാര്യങ്ങളൊക്കെ ട്യൂഷൻ വീട്ടിൽ നടന്ന വിശേഷങ്ങളും കാര്യങ്ങളും മൊത്തം ചോദിച്ചു വന്നപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയാം, നാളെ മുതൽ അമ്മയൊന്നും എന്നെ കൊണ്ടാക്കാൻ വേണ്ട, ഞാൻ തന്നെ നടന്നങ്ങ് വന്നോളാന്ന്. ആദ്യത്തെ ഒരു കരച്ചിലും ബഹളമൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പകുതി എത്താൻ നേരത്ത് അവൻ്റെ ഒരു കൂട്ടുകാരി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചേച്ചി എൻ്റെ വീട്ടിലപ്പുറത്ത്. ആ ചേച്ചി അവനെ പിടിച്ചു നിർത്തി അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുക, ട്യൂഷൻ വീട്ടിൽ പോയോ, എന്തൊക്കെ പഠിച്ച് എന്നൊക്കെ അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അതിനെല്ലാം മറുപടി അറിഞ്ഞുകൊണ്ട് അവൻ കുതിച്ച് ഓടിപ്പോവുകയാണ് വീട്ടിലോട്ട് പോകുന്നത് വേറെ ഒന്നിനല്ല. അപ്പം വൈകിട്ട് വരുമ്പോൾ എന്തോ ഒരു സർപ്രൈസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞായിരുന്നു അവൻ്റെ അടുത്ത്. ആ സർപ്രൈസ് അപ്പം കൊണ്ടുവന്ന് കാണുമെന്നുള്ള വിപ്രാളത്തിന് ഓടിപ്പോവുകയാണ്. രാത്രി ഫുള്ളൊരു കസാരയിട്ട് മുറ്റത്തെ ലൈറ്റ് അണച്ച് അപ്പൻ്റെ വണ്ടിയുടെ വെട്ടം കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മുറ്റത്തെ ലൈറ്റ് അണച്ച് അവിടെ കാത്തിരിപ്പായിരുന്നു കസാരയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി അപ്പം വന്നപ്പം സർപ്രൈസും കൊണ്ടാണ് വന്നത്. സർപ്രൈസ് കൊണ്ടുവന്ന എന്തിനാണെന്ന് നിങ്ങൾ കാണണ്ടേ? അത് എന്തിനാണെന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചപ്പം അവൻ പറയുന്നതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തിനാ കിൻഡർ ജോയ് മേടിച്ചെന്ന്? പിന്നെ കാണാം. എന്തിനാ കിൻഡർ ജോയ് മേടിച്ചെന്ന്? ഞാൻ ട്യൂഷന് പോയാണ്. പൊടിച്ചാ